Hello friends, welcome to my channel Needu's Tasty Food. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിലേക്ക് 5 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്, അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്, അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അധികവും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. പേസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ അത്ര തന്നെ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഇനി 4 പച്ചമുളക് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 5 സവാള നല്ല നൈസായി തന്നെ അരിഞ്ഞെടുത്താണ് കേട്ടോ. അപ്പൊ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 വലിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം സവാളയൊക്കെ പതിയെ ഇരുന്ന് എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ നല്ലതുപോലെ തന്നെ വഴന്നു വരുന്ന ആ ഒരു പാകമാണ് നമ്മുടെ എഗ് റോസ്റ്റിന്റെ ടേസ്റ്റ് കൂട്ടുക കേട്ടോ. അപ്പൊ അത് മെല്ലെ ഇരുന്ന് തന്നെ വഴറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ടേ. നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ കുറച്ചു നേരം കൂടി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ വഴന്ന് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വരണം. അതിനായിട്ട് ഒരു 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ പൊടിയുടെ ഒക്കെ മസാലക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പൊ നമുക്ക് നല്ലതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ ഞാനൊരു 1/2 ഗ്ലാസ് നല്ലതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടുവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, മറന്നതല്ല കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി അപ്പൊ ആ ഒരു കറക്റ്റ് പാകം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ വേവിച്ചെടുത്തത് പോലെ തന്നെ തക്കാളി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മുടെ തക്കാളിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണേ. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതുപോലെ സെന്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഇടയ്ക്ക് വെന്തോ ഒന്ന് നോക്കണം. അപ്പൊ വെള്ളമൊക്കെ വറ്റിയോ എന്ന് നോക്കാനായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി വേവാനായിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടയിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഈ എണ്ണയൊക്കെ മസാലയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ.
അപ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ടയിലൊക്കെ ഉപ്പും മുളകും ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് മെല്ലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല ഒക്കെ എന്തായി നോക്കാനായിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പതാ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാ മുട്ടയും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പത്തേനും നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മസാല രൂപത്തില് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് മുട്ട വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഒരു മസാല രൂപത്തിലുണ്ടാവും. ഞാനിപ്പോ ഇവിടെ എഗ് റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഉണ്ടാവാനായിട്ട് ഇതുപോലെ മസാലയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇതാ അപ്പൊ പൊടികളെല്ലാം കറക്റ്റ് ആണ്. നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ നല്ല കറക്റ്റ് ആയി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.